ഹായ്, അപ്പൊ നമുക്ക് 12ാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. എടാ, ഈ ക്വസ്റ്റിനെ കണ്ടാൽ തന്നെ അറിയാം ഇത് എവിടുത്തെ ക്വസ്റ്റിനാ. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 കണ്ടാൽ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനും ട്രിഗ്നോമെട്രി മിക്സ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞ് ആൽഫ തീറ്റ ബീറ്റ തീറ്റ ആർ ദ ഡിസ്റ്റിങ് റൂട്ട്സ് ഓഫ് ഏതൊക്കെയാ 2x² പ്ലസ് കോസ് തീറ്റ എക്സ് മൈനസ് 1 ഈക്വൽ 0 അല്ലെ. അതിലെ റൂട്ടാണ് ആരൊക്കെ? ആൽഫ തീറ്റയും ബീറ്റ തീറ്റയും. അത് ഞാൻ ആൽഫ ബീറ്റ എന്ന് കൊടുത്തു, തീറ്റ വെറുതെ കൊടുത്ത് അലമ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ എന്ത് പറഞ്ഞു? എം സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം ആർ ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 അല്ലെ. അവിടെ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4ന്റെ മിനിമം എം ആണ്, മാക്സിമം എന്താ? ക്യാപിറ്റൽ എം ആണ് അല്ലെ. അങ്ങനെ എന്ത് കാണും? 16 ഇൻറ്റു ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ആണ്. എടാ, 16 ഇൻറ്റു ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം കാണണമെങ്കിൽ അത് ക്യാപിറ്റൽ എം സ്മോൾ എം കാണണ്ടേ അല്ലെ. അവിടെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ഫംഗ്ഷന്റെ മാക്സിമം അല്ലേ. സ്മോൾ എം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫംഗ്ഷൻ മിനിമം അല്ലേ അല്ലെ. അപ്പൊ എങ്ങനെയെങ്കിലും മാക്സിമം മിനിമം കാണെങ്കിൽ ആദ്യം എന്ത് കാണും? ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 എന്ന ഫംഗ്ഷൻ കാണണ്ടേ. ആ ഫംഗ്ഷൻ കണ്ടാലേ മാക്സിമത്തിലേക്ക് മിനിമത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 കാണാം അല്ലെ. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 കാണണമെങ്കിൽ ആദ്യം ഞാൻ ആരെ കാണും? ആൽഫ പ്ലസ് ബീറ്റ ആണ് അല്ലെ. അവിടെ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ അല്ലെ. അത് വെച്ചാൽ മൈനസ് ബി ബൈ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ബൈ 2 വരും അല്ലെ. അവിടെ ആൽഫ ഇൻറ്റു ബീറ്റ സി ബൈ അല്ലേ. സി ഇവിടെ -1 അല്ലേ, -1/2 അല്ലെ. സോ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് കോസ് തീറ്റ ബൈ 2 ആൽഫ ഇൻറ്റു ബീറ്റ -1/2 ആയി. അത് ഓക്കെ. ഇനി വേണ്ടത് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ആണോ? ഓക്കെ, അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചാണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ? നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ അല്ലേ അല്ലെ. അത് അപ്ലൈ ചെയ്താലേ എന്താണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വരിക? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് കോസ് തീറ്റ ബൈ 2 അല്ലേ. അതിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 4 ആവൂലേ. -2 ആൽഫ ബീറ്റ -1/2 അല്ലേ. സോ വാട്ട് ഇസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ? കോസ് സ്ക്വയർ തീറ്റ ബൈ 4. അവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി 2 ഇൻറ്റു ബാക്കി 4 1 അല്ലേ അല്ലെ. സോ എന്ത് കിട്ടി? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇക്വൽ കോസ് സ്ക്വയർ തീറ്റ ബൈ 4 + 1 അല്ലെ. ഈ വേണ്ടത് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 അല്ലേ അല്ലെ. അതിനെങ്ങനെ എഴുതാം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ അല്ലേ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. അങ്ങനെയെങ്കിലേ ഇവിടെ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ എന്താ? ഇതല്ലേ അല്ലെ. സോ അതിനെ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 4 ഹോൾ സ്ക്വയർ എഴുതാം അല്ലെ. -2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ, ആൽഫ ബീറ്റ എന്താ? -1/2 അല്ലെ. അതിന്റെ സ്ക്വയർ 1/4 ആവൂലേ അല്ലെ. അത് യൂസ് ചെയ്താൽ എന്ത് കിട്ടിയ? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 4 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1/4 1/2 അല്ലെ. ഇതാണ് നമ്മൾ എന്ത്? ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 അല്ലെ. സോ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ആരാ? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 4 ഹോൾ സ്ക്വയർ -1/2 ആണ് അല്ലെ. നമുക്ക് കാണുന്നത് ഈ കാണുന്ന ഫംഗ്ഷന് മാക്സിമം മിനിമം അല്ലേ അല്ലെ. എടാ, ഈ കാണുന്നതിൽ ഫംഗ്ഷൻ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? കോസ് സ്ക്വയർ തീറ്റ അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷന് മാക്സിമം മിനിമം കാണണമെങ്കിൽ കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം മിനിമം കണ്ട പോലെ അല്ലെ. ആ കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം എന്താ? കോസ് തീറ്റന്റെ മിനിമം -1 to 1 ആണ്. മിനിമം -1 മാക്സിമം 1 ആണ് അല്ലെ. പക്ഷെ കോസ് സ്ക്വയർ തീറ്റന്റെ വാല്യൂ നമുക്കറിയാം. കോസ് സ്ക്വയർ തീറ്റന്റെ വാല്യൂ നെഗറ്റീവ് ആവുള്ള സ്ക്വയർ അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ്? 0ന്റെയും 1ന്റെ ഇടയിലല്ലേ അല്ലെ. അപ്പൊ കോസ് സ്ക്വയർ തീറ്റന്റെ മിനിമം 0 മാക്സിമം 1 അല്ലേ അല്ലെ. അപ്പൊ കോസ് സ്ക്വയർ തീറ്റന്റെ മിനിമം വാല്യൂ കൊടുത്താലേ എന്താ വരിക? മിനിമം 0 അല്ലേ. ആ 0 കൊടുത്താൽ ഇതാ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 0 ആവില്ലേ. അപ്പൊ 1 സ്ക്വയർ -1/2 അല്ലേ. എത്രയാ? 1/2. അതായത് ഈ ഫംഗ്ഷന്റെ മിനിമം സ്മോൾ എം എന്ത് കിട്ടി? 1/2. സ്മോൾ എം മീൻസ് 1/2. എങ്ങനെയാണ്? കോസ് തീറ്റന്റെ മിനിമം 0 ആണ്, കൊടുത്തു, പരിപാടി കഴിഞ്ഞു അല്ലെ. ഇനി മാക്സിമം എന്താ? കോസ് തീറ്റ മാക്സിമം 1 അല്ലേ. അപ്പൊ ഇത് 1 + 1/4 ആവില്ലേ. വട്ട് ഈസ് 1 + 1/4? 5/4 അല്ലേ. ആ 5/4ന്റെ സ്ക്വയർ എന്താ? 25/16 അല്ലേ. 25/16 -1/2 ഉണ്ട്. എന്താ വരിക? ഇത് 8/16 എന്തായാലോ. അപ്പൊ ഇത് 17/16 ആവൂലേ അല്ലെ. അതേ ഫംഗ്ഷൻ മാക്സിമം എന്താ? എം എന്താ? 17/16. ഞാൻ ചെയ്തെന്താ? ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 4 ഹോൾ സ്ക്വയർ -1/2 ആണ്. അവിടെ കോസ് സ്ക്വയർ തീറ്റ എന്ന ഫംഗ്ഷനേ ഉള്ളൂ. അപ്പൊ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷന് മാക്സിമം ഡിനോട്ട് ചെയ്യുക ആരെയാ? ഡിപ്പെൻഡ് ചെയ്യുക ആരെയാ? കോസ് സ്ക്വയർ തീറ്റ അല്ലെ. സോ കോസ് സ്ക്വയർ തീറ്റ മാക്സിമം ആയ ഫംഗ്ഷൻ മാക്സിമം ആവും, കോസ് സ്ക്വയർ തീറ്റ മിനിമം ആയ ഫംഗ്ഷൻ മിനിമം ആവും അല്ലെ. കോസ് സ്ക്വയർ തീറ്റ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ എന്താ? 0 ആണ്. 2 കൊടുത്തു. അപ്പൊ ക്യാപിറ്റൽ എം എന്താ? 17/16. സ്മോൾ എം എന്താ? 1/2. കാണണ്ടെന്താ? 16 ഇൻറ്റു ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം അല്ലേ. So 16 into what is capital M? 17/16.
വാട്ട് ഈസ് സ്മോൾ എം 1/2. ഓപ്പൺ ആക്കിയാൽ 60 into 70/17 ആവൂലേ, പ്ലസ് 60 into 1/2 എന്താ 8 ആവൂലേ. ആൻസർ 17 + 8, ആൻസർ 25. അപ്പൊ നല്ല ക്വസ്റ്റൻ ആണ്. ഇവിടെ യൂസ് ചെയ്ത ഐഡിയ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഐഡിയയും പിന്നെ കോസ് സ്ക്വയർ തീറ്റ മാക്സിമം 1 മിനിമം എന്താ 0 എന്ന ഐഡിയ ഉണ്ടോ.